ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ഗോവർദ്ധനനും അറിയുകയാണ് ബാലചന്ദ്രൻ്റെ മകളല്ല അലീന എന്ന്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. അങ്ങനെ രാവിലെ എണീറ്റ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചായയും ന്യൂസ് പേപ്പറുമായിട്ട് അലീന വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാതിൽ തുറക്കുന്ന ബാലചന്ദ്രൻ ആകെ ഒരു ഉറക്കച്ചടവോട് കൂടിയിട്ടാണ് എണീക്കുന്നത്. എന്താ അച്ഛൻ, അച്ഛനൊരു ഉഷാറില്ലല്ലോ എന്ന് പറഞ്ഞ് ചായയും ന്യൂസ് പേപ്പറും ബാലചന്ദ്രന് കൊടുക്കും. ബാലചന്ദ്രൻ അലീനയെ വല്ലാണ്ട് അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഒറ്റ കൈ കൊണ്ട് ന്യൂസ് പേപ്പർ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന പറയും, അച്ഛാ ഇത് ഞാൻ സഹായിക്കുമല്ലോ അച്ഛനെ, അച്ഛൻ എന്തിനാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ന്യൂസ് പേപ്പറൊക്കെ ഞാൻ നിവർത്തി തരില്ലേ? ഓ, ഇനി ഇതൊക്കെ ഞാനല്ലേ ഒറ്റയ്ക്ക് ചെയ്യേണ്ടത്, നീ ഇവിടെ നിന്ന് പോവല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ദേഷ്യം വന്ന അലീന ആ ആ ന്യൂസ് പേപ്പർ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ്. എന്നിട്ട് പറയും, അച്ഛൻ എന്താ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്തത്? നീ ഇന്നലെ എൻ്റെ മകളെല്ലാം സത്യം നീ ബബിതയോട് പറഞ്ഞില്ലേ? ബബിതയോട് രോഹിത്തിനോടും പറഞ്ഞില്ലേ? ബബിത വന്ന് എന്നെ ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് ഉത്തരമില്ലാത്തൊരവസ്ഥയിലായിപ്പോയി. നീ എന്തിനാണ് ഞാൻ സ്ഥാപിച്ചു വെച്ച ഒരു കാര്യം കള്ളമാണെന്ന് പറയാൻ പോയത്? ഇപ്പം ഞാനും കള്ളനായി, നീയും കള്ളിയായി അല്ലേ? അതല്ലേ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയും, അച്ഛാ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് അച്ഛൻ്റെ ദേഹത്ത് പറ്റിയ കറ എനിക്ക് മാറ്റണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പതിവില്ലാത്തൊരു കാര്യമാണ് വിവാഹത്തിന് മുൻപ് ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടാവുകയും അതിലൊരു കുഞ്ഞുണ്ടാവുകയൊക്കെ. എന്നിട്ട് ആ കുഞ്ഞിനെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ താമസിപ്പിച്ചാൽ നാട്ടുകാരും നമ്മുടെ ബന്ധുക്കളും അച്ഛനെക്കുറിച്ച് പറയുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ഞാൻ പോകുന്നതിന് മുൻപ് അച്ഛന് ദേഹത്ത് പറ്റിയ ആ അഴുക്ക് മാറ്റിയിട്ട് പോകണമെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ രോഹിത്തിൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ് എന്ന് പറയുകയാണ് അലീന. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, നീയും ഇപ്പോൾ ഒരു കള്ളിയായി മാറിയില്ലേ? നിനക്കതിൽ വിഷമമില്ലേ? ഓ, എനിക്കെന്ത് വിഷമം അച്ഛാ? അച്ഛൻ ഒരാവശ്യവും ഇല്ലാണ്ട് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയും റിസ്ക്കൊക്കെ എടുത്ത സ്ഥിതിക്ക് ഞാനിപ്പോൾ ഒരു കള്ളത്തരം കാണിച്ചു, ഒരു കള്ളിയായി മാറിയെന്ന്, അതിലൊന്നും എനിക്ക് വിഷമമില്ല. ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ മാഡം ഇങ്ങോട്ട് തിരിച്ചു വരണം. അതിനുശേഷം ഈ കുടുംബം പഴയതുപോലെ ആവണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. പിന്നെ ബബിതയും കൃഷ്ണയും രോഹിത്തും എല്ലാം ഇപ്പം അച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അച്ഛൻ്റെ സൈഡാണ്. അതും എനിക്കൊരു ആശ്വാസമാണ് എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണ് അലീന. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാണിക്കുന്നത് മനുവിനെയും രഞ്ജിനിയാണ്. രഞ്ജിനി രാവിലെ എണീറ്റ് വന്നിട്ട് പറയാണ്, മനുവേട്ട അമ്മ എണീറ്റിട്ടൊന്നുമില്ല, ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അവിടെ ഒരു പാത്രത്തിൽ അര ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു, അത് ഞാൻ ഉണ്ടാക്കി കുടിച്ചു എന്ന് പറയുകയാണ്. അപ്പം മനുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്, ഓ സാധാരണ ഒരു ചായ പതിവുണ്ടായിരുന്നു, ഇപ്പം അമ്മ അതോ നിർത്തിയോ? അല്ല വൈജാൻറ്റി എണീറ്റോ? വൈജാൻറ്റിയും എണീറ്റിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മനുവിൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നു. നോക്കിയപ്പോൾ ബബിതയാണ്. അപ്പോൾ ബബിതയാണെന്ന് അറിഞ്ഞപ്പോൾ രഞ്ജിനി പറയും, ഓ എന്തെങ്കിലും പ്രശ്നമായിട്ടോ അവൾ വിളിക്കുന്നുണ്ടാവുക, ഇനി ഇതും കൂടി എടുത്ത് എൻ്റെ തലയിലേക്ക് എനിക്ക് കയറ്റാൻ വയ്യ, മനുവായിട്ടും തന്നെ സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ആക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ രഞ്ജിനി അകത്തോട്ട് പോകും. അപ്പം ബബിത ഒരു ആശങ്കയായിട്ടാണ് വിളിക്കുന്നത്. അതായത് അലീന ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും വിഷമമാണല്ലോ. അപ്പോൾ അലീന ചേച്ചിയെ പറഞ്ഞയക്കാതിരുന്നൂടെ മനുവേട്ട? പിന്നെ അച്ഛൻ ഇന്നലെ എന്നോട് പറഞ്ഞു അച്ഛൻ്റെ മകളല്ല അലീന ചേച്ചിയെന്ന്. മനുവേട്ടനിത് മുന്നേ അറിയാമായിരുന്നു, കൃഷ്ണയ്ക്കും അറിയാമായിരുന്നു, രോഹിത്തേട്ടനാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ് ഉണ്ടായതെന്ന്. മനു പറയും, അലീനയെ സംബന്ധിച്ചിടത്തുള്ള എല്ലാ കാര്യങ്ങളും അങ്കിൾ എന്നോട് പറയുമെന്ന് നിനക്കറിയുന്നതല്ലേ, പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമേ അവിടെ ഇല്ല. പിന്നെ അവൾ പോകണമെന്ന് വിചാരിക്കുന്നത് ആ വീട് പഴയതുപോലെ ആവാനാണ്. അതിനവളെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ ഞാൻ അവളോട് സംസാരിച്ച് നോക്കാം, പക്ഷേ അതിൽ വലിയ ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ ഈ ഒരു തീരുമാനത്തെ ഇപ്പോൾ റെസ്പെക്റ്റ് ചെയ്യാണ് നല്ലത്. കാരണം അവൾ കാരണം നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളായിട്ടും അത് തടയാൻ ശ്രമിക്കേണ്ട. അവളുടെ ആ ഒരു തീരുമാനത്തെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം. അതല്ലേ ബബിതയെ നല്ലത് എന്ന് മനു ചോദിക്കുകയാണ്. ബബിതയ്ക്കും തോന്നും, കാരണം അവൾ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത് അവൾക്ക് പോകാൻ ആഗ്രഹമുണ്ടായിട്ടല്ലല്ലോ, ആ വീടിനെ സേഫാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ബബിത പറയാണ്, മനുവേട്ടൻ പറയുന്നത് ശരിയാണ്, എനിക്ക് മനസ്സിലാക്കാം. ഞാൻ വിചാരിച്ചു കൃഷ്ണയോടും രോഹിത്തേട്ടനോടൊക്കെ പറയാം, അലീന നമ്മുടെ ചേച്ചിയല്ല എന്നുള്ള കാര്യം ആരോടും പറയണ്ട, നമുക്കത് രഹസ്യമായിട്ട് തന്നെ വെക്കാം, അങ്ങനെ അലീന ചേച്ചിയെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ മനുവേട്ടൻ പറയുമ്പോൾ എനിക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാവുന്നു. ശരിയാണ്, അലീന ചേച്ചിയുടെ ആ ഒരു തീരുമാനത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ചേച്ചി പോകുന്നതിൽ ഞങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല എന്ന് പറഞ്ഞ്
അലീനയും മനും ബബിതയും മനും അവിടെ ആ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവർദ്ധനൻ ബാലചന്ദ്രനെ കാണാൻ വീട്ടിലോട്ട് വരുന്നതാണ്. അപ്പോൾ അലീനയാണ് വാതിലൊക്കെ തുറക്കുന്നത്. അപ്പോൾ ഗോവർദ്ധനന് വിശേഷങ്ങളൊക്കെ ചോദിക്കും. ചേച്ചി ഇവിടെ നിന്ന് പോയല്ലേ, ഞാൻ അറിഞ്ഞായിരുന്നു ചേച്ചി ഇവിടെ നിന്ന് പോയത്. എന്തായാലും ഇപ്പോഴായിരിക്കും ബാലേട്ടൻ ഒരു സമാധാനം അനുഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറയുകയാണ് അലീനയോട് ഗോവർദ്ധനൻ. അതെന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ വരണേക്കാൾ മുന്നേ ഇവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ അറിഞ്ഞത്. ഓ, അത് ബാലേട്ടനും വൈചേച്ചിയും തെറ്റി വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം വീർപ്പിച്ചിട്ടാണ് അവരിരുന്നത്. പിന്നെ എങ്ങനെ ആ മനുഷ്യന് സമാധാനം ഉണ്ടാവും? ഇപ്പോഴായിരിക്കും ആ മനുഷ്യൻ പാവം സമാധാനം എന്താണെന്ന് അറിയുന്നത് എന്ന് പറയുകയാണ്. പിന്നെ ബാലേട്ടൻ എവിടെയാണ് ഇരിക്കുന്നത് അലീനെ? ഓ, അച്ഛൻ മുകളിലുണ്ട്. പിന്നെ അങ്കിൾ ഞാനിവിടുന്ന് പോവുകയാണ് കേട്ടോ എന്ന്. നീ ഇവിടുന്ന് പോവേ? അതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ് ഗോവർദ്ധനൻ ബാലനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ബാലേട്ടനോട് ചോദിക്കും, ബാലേട്ടൻ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയത്? അത് വേറൊന്നുമല്ല, എനിക്ക് 2 യാത്രയുണ്ട്. ഒന്ന് പുനലൂർക്കും ഒന്ന് കൂനൂർ നീലഗിരിക്കും. അതെന്തിനാ ബാലേട്ടൻ ഇത്ര ദൂരം യാത്ര ചെയ്യുന്നത്? നീലഗിരിയിലെന്താ? അത് വൈജയുടെ മൂത്ത ചേട്ടൻ ഗംഗേട്ടൻ അവിടെയാണ് സെറ്റിലായിട്ടുള്ളത്. അദ്ദേഹത്തെ ഒന്ന് കാണാനും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുമാണ്. ഓ, അതിനെന്തിനാ ബാലേട്ടൻ പോവേണ്ട ആവശ്യം? അതൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ പോരെ? ഇത്രയും ദൂരം യാത്ര ചെയ്യണോ? ഒത്തിരി ദൂരെയല്ലേ അത്? ഇതാണ് ഗോവർദ്ധനൻ്റെ സംശയം. ഓ, അത് പറഞ്ഞാൽ ശരിയാവില്ല ഗോവർദ്ധന. കാരണം ചില കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഫോണിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കള്ളം പറയാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അലീന ഇവിടുന്ന് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവളെ ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിലോട്ട് എത്തിക്കണം. അതിനും ഒരു ശ്രമം ഞാൻ നടത്തണം. അവളെ നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞ് അവളെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ ഗോവർദ്ധനൻ ചോദിക്കുക, അങ്ങനെ അവൾ വാശി പിടിച്ചാലും ബാലേട്ടൻ അത് അനുവദിക്കാൻ പാടില്ലല്ലോ. കാരണം ഒന്നാമത് വിവാഹപ്രായമായി, പിന്നെ ബാലേട്ടൻ്റെ മകളല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മളവളെ വിട്ടുകളയുക? അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അത് അവൾക്ക് ഞാൻ കൊടുത്ത ഒരു ബുള്ളറ്റ് പ്രൂഫ് പ്രൊട്ടക്ഷനാണ് എൻ്റെ മകളെന്നുള്ള ലേബല്. യഥാർത്ഥത്തിൽ അവൾ എൻ്റെ മകളല്ല. എന്നെയും അവളെയും ചേർത്ത് അശ്ലീലവും അപവാദവും പറഞ്ഞപ്പോൾ ഞാൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു കവചമാണ് എൻ്റെ മകളെന്നുള്ള പദവി. അത് പറഞ്ഞതോടുകൂടി എല്ലാവരും സൈലൻ്റായി. അത്ര തന്നെയായിരുന്നു എനിക്കും ആവശ്യം. അത് കേട്ട് ഗോവർദ്ധനാകെ ഞെട്ടിത്തിരിക്കുകയാണ്. ഗോവർദ്ധനൻ ചോദിക്കും, എന്താണ് ബാലേട്ടൻ പറയുന്നത്? ബാലേട്ടൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ബാലേട്ടന് വിവാഹത്തിന് മുന്നേ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയിലുണ്ടായ മകളാണ് അലീന എന്നല്ലേ ബാലേട്ടൻ മുൻപ് പറഞ്ഞത്. അപ്പോൾ ഗോവർദ്ധനനോട് ബാലചന്ദ്രൻ പറയുകയാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് കൊണ്ടാണ് അവൾക്ക് അവളുടെ മേത്ത് ആരും അപവാദങ്ങൾ പറയാതെ, ഞങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്ത അശ്ലീലങ്ങൾ പറയാതെ ഇരുന്നത്. എൻ്റെ മകളാണെന്ന ലേബൽ വന്നതോട് കൂടിയിട്ടാണ് ആ ഒരു മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ഞാൻ അവളെൻ്റെ മകളാണെന്നുള്ളത് പറഞ്ഞത്. അത് ആ സമയത്ത് എൻ്റെ വായിൽ വന്നൊരു കള്ളമായിരുന്നു. അത് ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഗോവർദ്ധൻ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗങ്ങളാണ് കാണിക്കുന്നത്. നാളത്തെ എപ്പിസോഡ് ചാനലിൽ വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ്.